നമസ്കാരം. ശിവരാത്രി നാളെയാണ്. ഫെബ്രുവരി 26 ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഗജകേസരി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സൗഭാഗ്യവും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയുന്നതാണ്. എന്തെല്ലാം അനുകൂലമായ ഫലങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം ഏവരും സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തേടിയെത്തുന്ന നക്ഷത്രക്കാർ ഇവരാകുന്നു. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. പലവിധ പ്രയാസങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹമാകാം, അല്ലെങ്കിൽ ഐക്യമില്ലാത്തതായ സാഹചര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ എതിരാണ് എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പിന്തുണ ലഭിക്കേണ്ടതായ പല സാഹചര്യങ്ങളുമുണ്ട്. അത് സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും സാധിക്കുന്നവർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങൾ തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. ഭഗവാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതായ സമയം. നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകുന്നതായ സമയം. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് ശിവരാത്രി മുതൽ വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നതായ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാനും അനുകൂലമായ ഫലങ്ങൾ തന്മൂലം ജീവിതത്തിലേക്ക് വന്നു ചേരാം. അധികാരമുള്ള പദവികൾ പ്രതീക്ഷിച്ചതായ സമയത്ത് കൈകളിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പഠനത്തിൽ ഉയർച്ച നേടാം. കൂടാതെ തെറ്റായ പല ചിന്തകളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി പോസിറ്റീവ് ഊർജത്താൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മംഗള കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വന്നു ചേരാം. മംഗള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ മനസ്സിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും കൂടാതെ മനോബലവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയം. ഭഗവാന്റെ കൃപാകടാക്ഷം താങ്ങായി ഭഗവാൻ ഒപ്പമുള്ള ദിവസങ്ങൾ തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി പ്രകടമാകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. തീർച്ചയായും ഭഗവാനെ ആരാധിക്കുക, ശിവമന്ത്രങ്ങൾ ജപിക്കുക, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് തേടിയെത്തും. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായ സമയം. മനസ്സിൽ പലപ്പോഴും ആലസ്യമുണ്ട്, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം പല കാര്യത്തിലും പ്രകടമാകുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ തീർച്ചയായും അത് പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക. വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതായ സഹായമാണ് എങ്കിലും ലഭിക്കുന്നതായ സാഹചര്യം. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം.
ഭഗവാൻ തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും അനുകൂലമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഉൾവിളി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. അത്തരത്തിൽ ചില പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് നേട്ടങ്ങളായി ഭവിക്കുകയും ചെയ്യും. ഈ സമയം തീർച്ചയായും അകമഴിഞ്ഞ പിന്തുണ ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തീർച്ചയായും അനുകൂലമായ സമയമാണ്. ഈ സമയം ഭഗവാനെ ആരാധിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. തിരുവാതിര ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ നക്ഷത്രം. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയം. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഭഗവാന്റെ സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പല കാര്യങ്ങളിലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുക, കലാമേഖലകളിൽ ഉയർച്ച വന്നു ചേരുക, ആദായം ലഭിക്കുക, പ്രതീക്ഷിക്കാതെ ധനം, അത് സഹായധനമാണ് എങ്കിൽ പോലും കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം. വിദ്യയിൽ ഉയർച്ച നേടുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത, മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ഏതൊരു പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തിരിയുവാനോ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാനോ സാധിക്കും. ദുർവാസനകളെ പോലും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ സമയം. ശുഭവാർത്തകൾ, തൊഴിൽപരമായ ഉയർച്ച, തൊഴിൽ ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക. ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിഴലിക്കുന്നതായ നിരവധിയാർന്ന ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക, ശിവമന്ത്രങ്ങൾ ജപിക്കുക, ശിവരാത്രി വ്രതം കൂടി അനുഷ്ഠിക്കുക. തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുണർതം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുക. കാരണം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചില പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് പിൻവാങ്ങാൻ തോന്നും. അത് പിന്നീട് നഷ്ടത്തിൽ കലാശിക്കുകയോ നിങ്ങൾക്കെതിരാവുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ പിന്തിരിയുക. അത് ഭഗവാന്റെ കൃപാ കടാക്ഷമായി തന്നെ മാറും. കർമ്മരംഗത്ത് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അത് പുതിയ കർമ്മരംഗമാകാം. കൂടാതെ വിധിയിൽ ഉയർച്ച നേടുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കടബാധ്യതകൾ ഭാഗികമായി വീട്ടുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരും. ന്യായമായ നിരവധിയാർന്ന ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ പലതും നിറവേറുവാനുള്ള ധനം, അത് സഹായധനമാണ് എങ്കിൽ പോലും കൈകളിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയസാധ്യത വർദ്ധിക്കുക. കൂടാതെ സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുക. കുടുംബജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചതായ പല കാര്യങ്ങളും വരമായി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിക്കുക. ഭഗവാൻ നൽകുന്നതായ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവമന്ത്രങ്ങൾ ജപിക്കുക. ശിവരാത്രി വ്രതം കൂടി അനുഷ്ഠിക്കുക. തീർച്ചയായും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നിങ്ങളെ തേടിയെത്തും. ഉത്രം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനാൽ ചില അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. അസാധ്യം എന്ന് കരുതിയതായ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്തിട്ടാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ വിമർശിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുകയും ആ കാര്യങ്ങളിൽ വിജയിച്ച് മുന്നേറുവാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക.
വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ് പരമായ ആദായം ലഭിക്കുക, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലതരം പ്രതിസന്ധികൾ നേരിടുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് തീരുമ്പോൾ അടുത്തത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനവിനിയോഗം ശരിയായ രീതിയിൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും. പൊതുവിൽ ഈ സമയം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവമന്ത്രങ്ങൾ ജപിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. അത്തം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയം. ശിവരാത്രി മുതൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. പല വിധത്തിലുള്ള മാർഗക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ അഭ്യസിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പദവിയിൽ ഉയർച്ച, കൂടാതെ കുടുംബത്തോടൊപ്പം അനുകൂലമായ സമയം ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, പ്രതീക്ഷിക്കുന്നതായ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, സഹായധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എങ്കിലും സംഭവിക്കാം. ബിസിനസ് പരമായും തൊഴിൽപരമായും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്കും കുടുംബത്തിനും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ പോലും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മംഗളകരമായ കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കാം. ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണും എന്ന കാര്യം ഓർക്കുക. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവമന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ ജപിക്കണം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ശിവരാത്രി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനോട് പല പ്രാർത്ഥനകളും നടത്തിയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആ പ്രാർത്ഥനകളിൽ പലതും അനുകൂലമായി ഭവിക്കുന്ന, ഭഗവാൻ വരമായി നൽകുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിക്കും. അത് തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വരുമാനം വർദ്ധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജോലിയിൽ പുരോഗതി ദൃശ്യമാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഏകാഗ്രത വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. മാറ്റത്തിന്റെ കാറ്റ് ദൃശ്യമാകുന്നതായ സമയമായി തന്നെ മാറും. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. കുടുംബത്തിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ പ്രശംസ നേടുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മനോവിഷമത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഒഴിവാക്കുവാൻ സാധിക്കും. ആയുരാരോഗ്യം വർദ്ധിക്കാം. തീർച്ചയായും ഈ സമയം ഭഗവാന്റെ കൃപാ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ശിവമന്ത്രങ്ങൾ ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. തീർച്ചയായും ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാർ ഏവരും ഭഗവാന് കൂവളമാലയും പിൻവിളക്കും ധാരയും നടത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം സാധിക്കുന്നവരാണ് എങ്കിൽ കരിക്ക് കൂടി സമർപ്പിക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.